ഓം ഗം ഗണപതേ നമഃ. ഓം ശ്രീ മഹേശ്വരി നമഃ. ഓം നമഃ ചണ്ഡികായ. ഓം ശ്രീ മഹാലക്ഷ്മി നമഃ. നമുക്കറിയാം, വരുന്ന ചൊവ്വാഴ്ച, അതായത് ജൂലൈ 16-ാം തീയതി, കർക്കിടക മാസം 1-ാം തീയതിയാണ്. വിശാഖം നക്ഷത്രം, ദശമി തിഥിയിൽ കർക്കിടകം സംക്രമം കഴിഞ്ഞ് 1-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ ദേവീ ഭക്തരായ നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും ദേവിയെ ധ്യാനിച്ച്? ഇപ്പോൾ നമ്മൾ ദേവീ മഹാത്മ്യം എന്താണെന്നറിഞ്ഞു, എങ്ങനെ പാരായണം ചെയ്യണമെന്നറിഞ്ഞു. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യാം, കർക്കിടക മാസത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് നോക്കുന്നത്. പണ്ടൊക്കെയാണെങ്കിൽ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ സംക്രാന്തിക്ക് മുമ്പ് തന്നെ, നമ്മൾ മിഥുനമാസം തീരുമ്പോഴേ ശീവോതിയെ വയ്ക്കലും അതുപോലെ ജ്യേഷ്ഠാഭഗതിയെ ഓടിക്കലും ഒക്കെ ഉണ്ട്. വീട്ടിലുള്ള പഴയ സാധനങ്ങളെല്ലാം വീടിന് മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് കത്തിച്ച്, വീടിന് പുറത്ത് കൊണ്ടുപോയിട്ട് കത്തിച്ച്, വീടും പരിസരവും എല്ലാം ശുദ്ധിയാക്കി ചാണകവെള്ളം കലക്കി തളിച്ച് നമ്മൾ ശ്രീ ഭഗവതിയെ ഇങ്ങനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നാലമ്പല ദർശനം, കഥാശ്രവണം, പുരാണ പാരായണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടാണ് മാസം മുഴുവനും തള്ളി നിൽക്കുന്നത്. കർക്കിടകം മധ്യമാകുമ്പോഴേക്കും ഔഷധ സേവാദിനമുണ്ട്. അതുപോലെ തന്നെ മുപ്പട്ട് വെള്ളിയാഴ്ച ആകുമ്പോൾ തവിട്ടട ചുട്ട് ഭക്ഷിക്കൽ. മുപ്പട്ട് ചൊവ്വാഴ്ച നമ്മൾ ഈ പത്തില ഉപ്പേരി വെച്ച്, പച്ചിലകളാണത്, ആ ഇലകൾ. അതിൽ മുരിങ്ങയിലയ്ക്ക് കട്ടുണ്ടെന്ന് പറയാം. എന്താണ് കട്ടെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പിന്നെ ഞാനത് കണ്ടുവന്നിരിക്കുന്നത് നല്ല തളിർത്ത് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതിൽ നിറയെ ഈ ക്ഷുദ്രജീവികളുണ്ടല്ലോ, ചെറിയ ചിലന്തി പോലെയുള്ള ചെറിയ പ്രാണികളൊക്കെ സുലഭമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ടാണ് അത് കഴിക്കരുതെന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കട്ടെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുമുണ്ട് കർക്കിടക മാസത്തിൽ. ഇലകളെല്ലാം കഴിക്കേണ്ട ആ മാസമാണല്ലോ. അപ്പോൾ ഇവിടെ നെയ്യുണ്ണി, അതുപോലെ താള്, തകര, കുമ്പളം, മത്ത, വെള്ളരി, ആനക്കൊടിത്തൂവ, ചീര, ചേന, ചേമ്പില, അതുപോലെ തന്നെ ചേന, ചേമ്പ്, ഇവയാണ് 10 ഇലകളുടെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മഴക്കാലമായതുകൊണ്ട് ഈ ഇലകളൊക്കെ സുലഭമാണല്ലേ, അതുകൊണ്ടായിരിക്കും ഈ ഇലകളൊക്കെ മാത്രം. പിന്നെ ദഹന ശക്തി കൂടുതലാണ് നമുക്ക് ആ മാസങ്ങളിൽ അല്ലേ, അതുകൊണ്ടായിരിക്കും ഇതൊക്കെ കഴിക്കാമെന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ഔഷധ സേവയ്ക്കും ഭഗവത് സേവയ്ക്കും ഉള്ള മാസമാണ്. ഭഗവതി വീടുകളിലാണെങ്കിലും പണ്ട് കാലത്തൊക്കെ ഭഗവത് സേവയൊക്കെ നടത്തി പുരാണ പാരായണം ഇതുപോലെ ഭക്തി ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാണ് തള്ളി നീക്കിയിരുന്നത്. അത് കേൾക്കുന്നതിലൂടെ വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങൾക്കും, പ്രത്യേകിച്ചും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരുടെ ഗർഭസ്ഥ ശിശുക്കളിലേക്കൊക്കെ അതിൻ്റെ നന്മയും അതിൻ്റെ പ്രഭാവം ഉണ്ടാവും അവരിലെ കുഞ്ഞുങ്ങളിലും. അങ്ങനെ അതൊരു വസ്തുതയാണ്. ഇനി ദേവീ മഹാത്മ്യം നമുക്ക് അറിയാം. നമ്മൾ പാരായണം ചെയ്യാൻ പഠിച്ചു. പാരായണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. അല്ലെങ്കിലും ഏറെ പേർക്കും അതൊക്കെ ഹൃദിസ്ഥമാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ ദേവീ മഹാത്മ്യ പാരായണത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ദേവീ ചൈതന്യം വന്ന് നിറയും. അത് നമ്മുടെ ആത്മാവിലും മനസ്സിലും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ മുഖത്തും ആ ചൈതന്യം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. നമ്മുടെ ചുറ്റുമുള്ളവർക്കും അത് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ ദേവിയിൽ അചഞ്ചല ഭക്തി നിലനിർത്തുന്ന നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ഭക്തർക്ക് ദേവിയുടെ കൃപാകടാക്ഷം എപ്പോഴും കാമധേനു എന്നതുപോലെ നമ്മളിൽ തന്നെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ പല സംഘർഷാവസ്ഥയും നമുക്ക് നേരിടേണ്ടി വരും അല്ലേ. ആ സന്ദർഭങ്ങളിൽ നമുക്ക് ആ ദേവീശക്തി അനുഭവിച്ചറിയാൻ കഴിയും. അത് അനുഭവസ്ഥർക്ക് അത് അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കർക്കിടക മാസം വരുമ്പോൾ പൊതുവേ നമ്മൾ രാമായണം, ഭാഗവതം എല്ലാം വായിക്കും. അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വായിക്കുന്നത്. ഏത് ഗ്രന്ഥം വേണമെങ്കിലും വായിക്കാം. ദേവീഭക്തരായ നമുക്ക് ദേവീ ഭാഗവതമോ ദേവീ മാഹാത്മ്യമോ പാരായണം ചെയ്യാൻ ഉത്തമമായ സമയമാണിത്. നമ്മളിപ്പോൾ ഓരോ ക്രമമനുസരിച്ച്, അതായത് കവചം, അർഗളം, കീലകം, ദേവീ മാഹാത്മ്യം 13 അധ്യായങ്ങൾ, അത് കഴിഞ്ഞ് ക്ഷമാപണ സ്തോത്രം, ഇത്രയും ജപിച്ചു കഴിഞ്ഞ് ദേവിയെ നമ്മിലേക്ക് നമുക്ക് ആവാഹിച്ച് നമ്മുടെ ഉള്ളിൽ കുടിയിരുത്താൻ കഴിയും. അതുപോലെ തന്നെ ആ ദേവിയെ ഗുരുവായിട്ട് ധ്യാനിച്ച് ആ ദേവീ ചൈതന്യത്തെ നമ്മളിലേക്ക് ആവാഹിച്ച് നമ്മിൽ നിറച്ചു നിർത്തി
നമുക്ക് ഈ മാസം മുഴുവനും ദേവി ധ്യാനത്തിലൂടെ മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇനി നമുക്കറിയാം, സ്ത്രീജനങ്ങൾക്ക്, ഭക്തരായിട്ടുള്ള സ്ത്രീജനങ്ങൾക്ക് എത്ര ഭക്തരാണെങ്കിലും ചില ദിവസങ്ങളിൽ അവർക്ക് പറ്റില്ലെന്നറിയാം അല്ലേ. മാസമുറ സമയത്തൊക്കെ അവർക്ക് അതിന് പറ്റില്ല. നമുക്കറിയാം, അമ്പലത്തിൽ വീട്ടിലാണെങ്കിൽ നമ്മൾ 3 ദിവസം പൂജാമുറിയിലൊക്കെ, പണ്ടാണെങ്കിൽ വീട്ടിനകത്ത് കയറ്റുകയില്ല, ഇപ്പോഴൊക്കെ പൂജാമുറി ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സർവ്വ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ചിലർ അതെല്ലാം നോക്കി ജീവിക്കും. അതായത് മറ്റുള്ള മുറികൾ, ഒരു മുറി മാത്രം ഉപയോഗിച്ചിട്ട് കൂടുതലും കഴിയുന്നതും പുറത്തൊന്നും മറ്റ് വസ്തുക്കളൊന്നും അശുദ്ധമാക്കാതെയൊക്കെ കഴിയുന്ന വീടുകൾ ഇപ്പോഴും ഉണ്ട്. അവിടെയൊക്കെ അതിൻ്റെയൊക്കെ ശ്രേയസ്സും ഐശ്വര്യവും എല്ലാം നമുക്ക് കാണാനും കഴിയും. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് നമുക്ക് ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞായർ തുടങ്ങി ശനി വരെയുള്ള ദിവസങ്ങളിൽ പാരായണം ചെയ്ത്, അപ്പോൾ അരുതാത്ത ദിവസങ്ങളിൽ, അതായത് ശരീരശുദ്ധി ഉണ്ടാകുന്നത് വരെ പാരായണം നിർത്തിവെക്കാം. അങ്ങനെ ഒരു ക്രമം വരുമ്പോൾ 21 ദിവസം പാരായണം ചെയ്യാവുന്നതാണ്. 7 ദിവസം വെച്ച് 3 ആഴ്ച. പിന്നീട് നമുക്ക് വീണ്ടും തുടങ്ങാം. ഇനി കർക്കിടകം കഴിഞ്ഞാൽ തന്നെ കർക്കിടകം, ചിങ്ങം, അത് കഴിഞ്ഞാൽ കന്നിമാസം വരും. കന്നിമാസത്തിൽ നമുക്കറിയാം നവരാത്രി കാലമാണ്. ദേവീഭക്തർക്ക് ആ ദേവിയെ ഉപാസിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ദുർഗാദേവിയെ പൂജിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കങ്ങനെ ആ വായന തുടർന്ന് കൊണ്ടുപോകാനും പറ്റും. അങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നതിലൂടെ ഒരു നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം അകന്നുപോയി നമ്മുടെ മനസ്സിലും തദ്വാര നമ്മുടെ ഭാവനങ്ങളിലും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ മക്കൾ, അതുപോലെ തന്നെ അമ്മ, അച്ഛൻ, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ വീട്ടിലുള്ള എല്ലാവർക്കും ആ ദേവി ചൈതന്യം അനുഭവിക്കാനും അവരിലേക്കും അത് പകർന്നു നൽകാനും നമുക്ക് കഴിയും. നമുക്ക് ഈ വരുന്ന കർക്കിടക മാസം 1-ാം തീയതി മുതൽ, അപ്പോൾ ആദ്യത്തെ രാമായണം വായിക്കുന്നവർക്കും ആദ്യത്തെ 7 ദിവസം ഈ ശ്രീദേവി പൂജ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ദേവി മഹാത്മ്യത്തിൽ അഖിലാണ്ടേശ്വരിയായ ആ ഭക്തവത്സലയായ ആശ്രിതവത്സലയായ മഹേശ്വരിയുടെ പല ഭാവങ്ങളും രൂപങ്ങളും അതുപോലെ തന്നെ ധ്യാന ഉപാസന രീതികളും ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ. സാധാരണക്കാരായി നമുക്ക് എങ്ങനെ ദേവിയിലേക്ക് അടുക്കാം? കേവലം ജപം മാത്രം മതിയോ അതിന്? അപ്പോൾ പാരായണം ജപം. അപ്പോൾ നമുക്ക് മനസ്സിരുത്തി ദേവിയെ ധ്യാനിക്കാം. ഈ കർക്കിടക മാസം അങ്ങനെ ദേവിയുടെ പല രൂപങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് പാരായണം ചെയ്ത് നമ്മുടെ ജീവിതം ധന്യമാക്കാം. ആ ദേവി നമുക്ക് എല്ലാ സർവ്വ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദേവി ചൈതന്യത്തെ നമ്മളിലേക്ക് ആവാഹിക്കാം. നന്ദി, നമസ്കാരം. ശ്രീ മഹേശ്വരിയേ നമഃ. ഓം നമഃ ചണ്ഡികായേ.